അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് കൺകറൻസിയാണ്. അപ്പോൾ കൺകറൻസി എന്താണെന്ന് ഇപ്പോൾ ഏകദേശം ഐഡിയ ഉണ്ടാവും. അതായത് നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് സെയിം ടൈമിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് മൾട്ടിപ്പിൾ പ്രോസസ് ഓഫ് ത്രെഡ്സ് പാരലായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റത്തിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് കൺകറൻസി എന്ന് പറയാം. അപ്പോൾ ഈ കൺകറൻസിക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, റിലേറ്റീവ് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് പ്രോസസ് ഈസ് നോട്ട് പോസിബിൾ. അതായത് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ, അതായത് ഒരു പ്രോസസ്സിൻ്റെ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ റിലേറ്റീവ് സ്പീഡൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് പോസിബിൾ അല്ലാന്ന്. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. പിന്നെ സെക്കൻഡ് വൺ, സിസ്റ്റം ഇൻട്രപ്റ്റ്സ് ആർ നോട്ട് പോസിബിൾ. അതായത് ഇൻട്രപ്റ്റ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സി പി യുവിൻ്റെ അകത്തേക്ക് സിഗ്നൽസ് സെൻഡ് ചെയ്യുകയാണ്. അതായത് എക്സ്റ്റേണൽ ഡിവൈസ് യൂസ് ചെയ്തിട്ട് സി പി യുവിൻ്റെ അകത്തേക്ക് നമ്മൾ സിഗ്നൽ സെൻഡ് ചെയ്യുന്നു. നോർമലി അത് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിലാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഇൻട്രപ്റ്റ്സ്. അപ്പോൾ ഈ സിസ്റ്റം ഇൻട്രപ്റ്റ്സ് ഒന്നും കൺകറൻസിയിൽ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ഡിവൈസ് വെച്ച് നമ്മൾ എന്ത് ഇൻട്രപ്റ്റ് ഉണ്ടായാലും അതൊന്നും കൺകറൻസിയെ ബാധിക്കില്ല എന്ന്. പിന്നെ അടുത്ത്, ഷെഡ്യൂളിംഗ് പോളിസീസ് മേ വേരി. അതായത് ഒരു പ്രോസസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ അടുത്ത പ്രോസസ്സ് വന്ന് നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഈ കൺകറൻസിയിൽ ചിലപ്പോൾ വേരി ചെയ്തിരിക്കാം. അതായത് ആ പ്രോസസ്സ് തന്നെ നടക്കണം എന്നില്ല അടുത്തത്. അതായത് വേറെ ഏതെങ്കിലും ആയിരിക്കാം നടക്കുക. ഷെഡ്യൂൾ ചെയ്ത പ്രോസസ്സ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമെന്ന്. പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഡിഫിക്കൽട്ടീസ് ഓഫ് കൺകറൻസിയാണ്. അതായത് കൺകറൻസിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ചില ഡിഫിക്കൽട്ടീസ്, ചില ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ് ഷെയറിങ് ഓഫ് വേരിയബിൾസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ കൺകറൻസി എന്താണെന്ന് പഠിച്ചു. അതായത് ഒരു സമയത്ത് ഒരുപാട് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേരിയബിൾസ് എപ്പോഴും ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഓരോ സമയത്ത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഒരേ സമയത്ത് തന്നെ ആയിരിക്കും ഓരോ പ്രോസസ്സും റൺ ചെയ്യുക. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ സെക്കൻഡ് വൺ, ഒപ്റ്റിമൽ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സ് അലോക്കേഷനാണ്. അതായത് നമുക്കിപ്പോൾ ഓരോ റിസോഴ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് മുന്നേ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം, ഇന്ന പ്രോസസ്സിന് ഇന്ന മെമ്മറി അലോക്കേഷൻ ആണെന്ന് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കണം. അതായത് മെമ്മറി മാനേജ്മെൻ്റ് ഒക്കെ കുറച്ച് കഷ്ടപ്പാടാണ്. അതായത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വരുമ്പോൾ ഓരോ പ്രോസസ്സിനും ഇത്ര സ്പേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിസ്റ്റത്തിൻ്റെ അകത്ത് നേരത്തെ ചെയ്ത് വെക്കണം. അപ്പോൾ അതൊരു ഡിഫിക്കൽറ്റിയാണ്. പിന്നെ അടുത്തത്, ലൊക്കേറ്റിംഗ് പ്രോഗ്രാമിംഗ് എറേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഓരോ പ്രോഗ്രാമും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ലോജിക്കൽ എറേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ എറേഴ്സൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മ്യൂച്വൽ എക്സ്ക്ലൂഷനാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മ്യൂച്വൽ ഡിപ്പെൻഡൻസി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? അതായത് മ്യൂച്വൽ ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒന്നിനായിട്ട് മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയില്ലേ? അതേപോലെ തന്നെ അതുമായിട്ട് ചില കമ്പാരിസൺ ഉണ്ട് മ്യൂച്വൽ എക്സ്ക്ലൂഷന്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം, ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ്റെ അകത്ത് ഒരു പ്രോസസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത്, അതായത് അറ്റ് എ ടൈം ഒരു പ്രോസസ്സ് മാത്രമേ ആ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ അകത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് അതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ, പുതുതായിട്ട് അതിലേക്ക് വരണമെങ്കിൽ അത് മറ്റേ പ്രോസസ്സ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. അതായത് അത് ഫ്രീ ആവുന്നവരെ അത് വെയിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിൽ പ്രോഗ്രസ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്യാതെ തന്നെ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് വേറൊരു പ്രോസസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ വേറൊന്ന് അതിലേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് വെച്ചാൽ. പിന്നെ അടുത്തത് സെമഫോറാണ്. സെമഫോർ എന്ന് വെച്ചാൽ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻറ്റിജർ വേരിയബിൾസ് ഇല്ലേ? അതായത് ക്രിട്ടിക്കൽ സെക്ഷൻ്റെ അകത്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ചില ഓപ്പറേഷൻസ് യൂസ് ചെയ്യുമല്ലോ. അതായത് അതിൽ യൂസ് ചെയ്യുന്നത് 2 ഓപ്പറേഷൻസാണ്, വെയിറ്റും സിഗ്നലും ആണ്.
അത് യൂസ് ചെയ്യുന്നത് പ്രോസസ്സ് സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെമഫോറിൽ തന്നെ മെയിൻലി 2 ടൈപ്പ് ഓഫ് സെമഫോറാണുള്ളത്. അതിലൊന്ന് കൗണ്ടിങ് സെമഫോറും രണ്ടാമത്തത് ബൈനറി സെമഫോറും ആണ്. അപ്പോൾ കൗണ്ടിങ് സെമഫോർ എന്ന് വെച്ചാൽ അത് ഇൻറ്റിജർ വാല്യൂ ആണ്. അതായത് അതിൽ നമുക്ക് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇൻറ്റിജർ വാല്യൂ ആവണമെന്നുള്ളൂ. ഈ സെമഫോർ യൂസ് ചെയ്യുന്നത് റിസോഴ്സ് ആക്സസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് റിസോഴ്സിൻ്റെ ആക്സസിന് തമ്മിലൊരു കോർഡിനേഷൻ, അവർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗണ്ടിങ് സെമഫോർ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ബൈനറി സെമഫോറാണ്. അപ്പോൾ ഈ ബൈനറി സെമഫോർ എന്ന് വെച്ചാൽ കൗണ്ടിങ് സെമഫോർ തന്നെയാണ്, അതേപോലെ തന്നെയാണ്, സെയിം ആസ് ലൈക്ക് അതുപോലെയാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ അകത്ത് വാല്യൂസ് റെസ്ട്രിക്റ്റഡ് ആണ്. 0ഉം 1ഉം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വെയിറ്റ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുക സെമഫോർ 1 ആകുമ്പോഴും സിഗ്നൽ ഓപ്പറേഷൻ വർക്ക് ചെയ്യുക സെമഫോർ 0 ആകുമ്പോഴുമാണ്. അപ്പോൾ അതാണ് ബൈനറി സെമഫോർ എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡെഡ് ലോക്കാണ്. അപ്പോൾ ഈ ഡെഡ് ലോക്ക് എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ, അതായത് നമുക്കിപ്പോൾ പറയാം ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യുമ്പോൾ, അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു ഇവൻറ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുക. അതായത് ഒരു സാധ്യതയില്ലാത്തൊരു ഇവൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആ ഒരു സിറ്റുവേഷനാണ് ഡെഡ് ലോക്ക് എന്ന് പറയുക. അപ്പോൾ ഈ ഡെഡ് ലോക്ക് എന്ന് വെച്ചാൽ സിറ്റുവേഷനാണ്. അപ്പോൾ അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സിനെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഒരിക്കലും അത് നടക്കില്ല, അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പെർമനൻ്റ്ലി. അപ്പോൾ അതാണ് ഡെഡ് ലോക്ക്. അപ്പോൾ ഈ ഡെഡ് ലോക്കിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഡെഡ് ലോക്ക് ഇൻവോൾവിങ് എ സെറ്റ് ഓഫ് പ്രോസസ് ഡി ഈസ് സെറ്റ് ടു ഹാവ് അക്വേർഡ്. അതായത് ഡെഡ് ലോക്ക് ഇൻവോൾവിങ് ഒരു പ്രോസസ്സിനെ ഡി ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡി ഒക്കർ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന്, അതായത് അപ്പോൾ അതിനൊരു പ്രോസസ്സ് ഉണ്ടാവണം P1. അപ്പോൾ ഡി അതിൻ്റെ അകത്ത് ബ്ലോക്ക് ചെയ്തിരിക്കണം, അതായത് അതിൻ്റെ അകത്തൊരു സെയിം ഇവൻറ്റും ഉണ്ടാവണം. ഈ ഡി എന്ന് പറഞ്ഞത് ഒക്കർ ചെയ്യണമെങ്കിൽ, അതായത് ആ ഡി നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെ, ആ ഇവൻറ്റിനകത്ത് E1 എന്ന് പറഞ്ഞാൽ ഇവൻറ്റിനകത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവൻറ്റ് E1 ഉണ്ടാവണമെങ്കിൽ ഒരു പ്രോസസ്സ് ഡീൻ്റെ അകത്തൊരു പ്രോസസ്സ് ഉണ്ടാവണം. ഡി നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഇവൻറ്റ് അവിടെ ഉണ്ടാവുകയുള്ളൂ, ആ ഇവൻറ്റ് അവിടെ ഒക്കർ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്, ഡെഡ് ലോക്കിൻ്റെ ഒരു എക്സാമ്പിൾ. അതായത് ഫയൽ ഓൺ ടേപ്പ്, അതായത് നമ്മളൊരു ടേപ്പിൻ്റെ അകത്തുള്ളൊരു ഫയൽ നമ്മൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്.